ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം ശ്ലോകം 3. നാഭിപ്രിയായാമഥ മേരുദേവ്യാം ത്വമംശതോ ഭൂത് ഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷ ജനപ്രമോദ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. നാഭിപ്രിയായാം അഥ ചേർത്തിട്ട് നാഭിപ്രിയായാമഥ. നാഭി നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും പഠിച്ചു. അതൊരു രാജാവിൻ്റെ പേരാണ്. നാഭി എന്നുള്ളതിൻ്റെ ഭി എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പ്രിയായാം അഥ ഥ എന്നുള്ള അക്ഷരവും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മേരുദേവ്യാം വ്യാം എന്ന് നീട്ടിയിട്ട് മുറുക്കം. ത്വം അംശത അഭൂത് ചേർത്ത് ചൊല്ലുമ്പോൾ ത്വം അംശതോ ഭൂത് ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഋഷഭാഭിധാന അവിടെ വിസർഗമുണ്ട്. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ഋ എന്നുള്ളത് ഋഷി എന്നൊക്കെ ഉള്ളതിലത്തെ ഋ എന്നാണ്. ഋഷഭാഭിധാന. 2 സ്ഥലത്ത് ഭ എന്നുണ്ട്. നന്നായിട്ട് ഊന്നി പറയണത് ധാന്നും ഊന്നി പറയാനുള്ളതാണ്. അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ. ചെറിയ വരട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചേർത്ത് ചൊല്ലണം. അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ. പ്രഭാവിതാശേഷ അവിടെയൊക്കെ ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ജനപ്രമോദ അവിടെ വിസർഗത്തോടു കൂടെ നിർത്തണം. ദ എന്ന് ദയേലത്തെ ദ എന്നാണ്. ജനപ്രമോദ അങ്ങനെ നിർത്താം. നാഭിപ്രിയായാമഥ മേരുദേവ്യാം ത്വമംശതോ ഭൂത് ഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷ ജനപ്രമോദ. അടുത്തത് 4ാമത്തെ ശ്ലോകം. ത്വയി ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ നാഭി സഹ മേരുദേവ്യ തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഗത കിലാനന്ദപദം പദം തേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ത്വയി ത്രിലോകീഭൃതി. ത്രിലോകി ഭൃ ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രാജ്യഭാരം ഭ എന്നുള്ളത് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിധായ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നാഭി അവിടെ വിസർഗമുണ്ട്. നാഭി അങ്ങനെ നിർത്താം. അല്ലെങ്കിൽ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ സ എന്ന് ഡബിളായിട്ട് ചൊല്ലിയാൽ മതി. നാഭിസഹ അങ്ങനെ ചൊല്ലിയാൽ മതി. നാഭി എന്ന് നിർത്തിയിട്ട് ചൊല്ലുമ്പോൾ ഒരു സാന്ന് മതി. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മേരുദേവ്യ നീട്ടിയിട്ട് ദീർഘം. തപോവനം തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിഷേവി അത് ഒന്ന് ഊന്നി പറയണം ന എന്നുള്ളത്. ഭവന്നിഷേവി ഗത അവിടെ വിസർഗമുണ്ട്. ഗത കില ആനന്ദപദം ചേർത്തിട്ട് കിലാനന്ദപദം ആനന്ദപദം. ന ദ എന്നാണ് ആനന്ദ എന്നുള്ളത്. പദം ദ എന്നുള്ളത് ദയേലത്തെ ദ എന്നാണ്. പദം തേ കിലാനന്ദപദം പദം തേ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. ത്വയി ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ നാഭി സഹ മേരുദേവ്യ തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഗത
കിലാനന്ദ പദം പദം തേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.